ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ കയ്യിലുള്ള അഗ്ലോണിമ പ്ലാന്റ്സുകളെ കുറിച്ചാണ് ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതെല്ലാം എൻ്റെ പ്ലാന്റ്സുകളാണ്. റെഡ് വെറൈറ്റി ആണെങ്കിലും പിന്നെ ഗ്രീൻ വെറൈറ്റീസോ ഏത് വെറൈറ്റി ആണെങ്കിലും നമ്മളൊരു പ്ലാന്റ് വാങ്ങിച്ചാൽ അതിൽ നിന്ന് അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യുക, അത് കാണുക, മുഴുവനായിട്ടും കണ്ടതിലെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊരു ഗ്രീൻ ബൗൾ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു മദർ പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആയിരുന്നു കേട്ടോ, കുറച്ച് വലുത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ട് 3 പീസാക്കിയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നല്ല വേരൊക്കെ ഉള്ളത് കൊണ്ട് ആ പ്ലാന്റും നമുക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത കട്ടിങ്സുകളാണ് കേട്ടത്. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ 3 പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഈ 3 പീസും ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്ന പോട്ടി മിക്സ് എന്ന് വെച്ചാൽ നല്ല തരിയുള്ള മണലും അതേപോലെ ഒരു ഇത്തിരി കൊക്കോപ്പീറ്റ് കേട്ടോ, കൂടുതൽ അളവിലൊന്നും പറ്റില്ല, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണ്ടില്ലേ, ഇതിൽ ചെറിയ ചെറിയ തരിമണൽ കല്ലിൻ്റെ ചെറിയ കുഞ്ഞ് പീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലുള്ളൊരു പോട്ടി മിക്സിൽ വേണം വെക്കാനിട്ട്. അപ്പോൾ ഞാനിതിന് മുന്നേ ഇതേപോലെ വെച്ചിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സുകൾ വെച്ചിട്ട് ഇതാ കണ്ടില്ലേ, ഇതിൽ മുള 2 എണ്ണം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന് ഇതാ കട്ടിങ്സ് വെച്ചതാണ്. ഇതിലും 2 കാണുന്നില്ലെങ്കിൽ 2 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള കപ്പ് ബോട്ടിലാണ് ഞാൻ ഇതുപോലെ ചെയ്യാറുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അതിന് ഷൂട്ട്സുകൾ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 3ാമതായിട്ട് വെച്ചത്. അപ്പോൾ ഇത് ഞാനൊരു പ്ലാന്റിൽ നിന്ന് 3 പീസാക്കി വെച്ചതാട്ടോ. ഇതിൽ 3 തൈകളായിട്ടാണ് വരുന്നത്. കാണുന്നുണ്ടാവുമല്ലോ അല്ലേ, കണ്ടില്ലേ, 3 തൈകളാണ് കേട്ടോ. അങ്ങനെ 2, 3, 4 ഒക്കെ ആയിട്ടും തൈകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒട്ടും പേടിക്കേണ്ടതില്ല. പോട്ടി മിക്സ് കറക്റ്റാണെങ്കിൽ ഇതേപോലെ നമുക്ക് തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും, കട്ടിങ്സുകൾ മാറ്റി വെച്ചിട്ട്. അപ്പോൾ അത് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സുകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തൈ ആയി കിട്ടിയാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതൊരു പ്ലാന്റ് വാങ്ങിച്ചാലും നമ്മൾ ഇതുപോലെ കട്ടിങ്സുകൾ എടുത്തിട്ട് അതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്ലാന്റ് മെച്ചുറായ പ്ലാന്റ് ആണല്ലോ, അതിൽ നിന്നും വേഗം തൈകൾ വരും. ഈ തൈകൾ നമുക്ക് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി സാഫ് കലക്കിയ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാഫ് അതിൽ പുരട്ടി കൊടുക്കുകയും വേണം. അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ കട്ടിങ്സുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരുപാട് ഷൂട്ട്സുകൾ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പ്ലാന്റ് വാങ്ങിച്ചാൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏതൊരു വെറൈറ്റീസ് ആണെങ്കിലും നമുക്ക് തായ് വെറൈറ്റിയോ ഏതാണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ഈ ഒരു സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലൊരു ഫംഗസൈഡ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കൊക്കോപ്പീറ്റ് അധികം അളവിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. 2ാമത്തെ ഒരു മെത്തേഡാണ് ഇത്. നമ്മളൊരു ലീഫും ചെറിയൊരു കട്ടിങ്സും കൂടെ എടുത്തിട്ട് അത് ഇതേപോലെ ഒരു പോട്ടി മിക്സിൽ വെച്ചാൽ ഇതും നല്ല തൈകളായിട്ട് കിട്ടും കേട്ടോ. ഇത് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവർക്ക് അത് എൻ്റെ ലിങ്കിൽ കയറിയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു 3, 4 കട്ടിങ്സുകൾ ഞാൻ വെച്ചതായിരുന്നു. അതൊക്കെ അതാ പുതിയ ലീഫുകളൊക്കെ വന്ന് അടിപൊളി തൈകളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പറിച്ച് മാറ്റി നോക്കാം, ഇതിന് വേര് വന്നിട്ടുണ്ടോയെന്ന് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെച്ചതിന് ശേഷം നോക്കിയിട്ടൊന്നുമില്ല. ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒരു കട്ടിങ്സും ഒരു ലീഫും കൂടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് നന്നായിട്ട് തൈകളാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു പ്ലാന്റ് ഞാൻ നേരത്തെ കാണിച്ച പോലെ പുതിയതായിട്ട് വാങ്ങിച്ചാൽ അതിൻ്റെ അടിഭാഗത്തുനിന്നും നമുക്ക് കട്ടിങ്സുകൾ എടുത്ത് ഇതുപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് പറിച്ച് നോക്കാം. ഇതും അതുപോലെ കട്ടിങ്സ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിലും നല്ല വലിയ വേരുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല റൂട്ടൊക്കെ പിടിച്ച് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് പോട്ട് മാറ്റി വളങ്ങളൊക്കെ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇതിലിപ്പോൾ കൊക്കോപ്പീറ്റ് മണലും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ വളങ്ങളൊന്നും ചേർക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ല. ഇനി ഇതും കൂടെ നോക്കാം. ഇതിൽ വേര് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇതിന് ശേഷം വെച്ചിട്ടുള്ളൊരു കട്ടിങ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലും നന്നായി വേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി വേണമെങ്കിൽ ഈ ആദ്യം ഉണ്ടായിരുന്ന ലീഫൊന്ന് കട്ട് ചെയ്തിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഗ്രോത്തായിട്ട് വരും. അപ്പോൾ ഇത് വെക്കുന്നതിൻ്റെ ശേഷം വെച്ച കുറച്ച് കട്ടിങ്സുകളും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതിനൊക്കെ ചെറിയ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ ഒരുപാട് കട്ടിങ്സുകൾ ഈ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് വലിയൊരു പോട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് കുറേ കട്ടിങ്സ് വെക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതിലും നല്ല ഒരു തൈകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ഇനിയുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പോൾ പോവാൻ സാധ്യത ഉണ്ട്, എന്നാലും നമുക്ക് വെച്ചതിൽ പകുതി മുക്കാലും നമുക്ക് ശരിയായി കിട്ടാറുണ്ട് കേട്ടോ. ഇതിലൊക്കെ വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അഗ്ലോണിമയുടെ തൈകൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ 10 ക്യാരറ്റ് ആണ് കേട്ടോ. 10 ക്യാരറ്റിൻ്റെ പ്ലാന്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ച വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലരത് കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്താൽ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ പോട്ടി മിക്സും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല വെള്ളം വാർന്ന് പോകുന്ന ഒരു ഹോളുള്ള പോട്ട്സും എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇത് 10 ക്യാരറ്റിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് കട്ടിങ്സുകൾ വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇതേപോലെ അഗ്ലോണിമ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അന്ന് തേച്ച് കൊടുത്ത ആ ഒരു സാഫിൻ്റെ പിന്നെ ഇതുവരെ ആ പ്ലാന്റിലുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി നട്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ചാണകപ്പൊടിയും അതേപോലെ സാഫും മണ്ണും മണലും കൂടെയാണ് ചേർത്തുള്ളത് കേട്ടോ. മണലാണ് കൂടുതലും. അപ്പോൾ ഇതിൽ നമുക്ക് ആ പ്ലാന്റ് നട്ടു കൊടുക്കുക. അപ്പോൾ ഇതൊരു കുഴി കുഴിച്ച് അതിൽ അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റില്ല. ഇതിങ്ങനെ വെറുതെ വെച്ച് ഇതിൽ നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഇതിൻ്റെ വേര് വളരെ നോർമലാണ്, ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതിൽ ഇത്തിരി പോട്ടി മിക്സ് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊന്നും കൂടി ഹെൽത്തി ആയതിനു ശേഷം വേറെ പോട്ട്സുകൾക്ക് മാറ്റി വെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഇതേപോലെ ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിൽ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് മണലും അതേപോലെ നല്ല തരിമണൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ പോട്ടി മിക്സ് ഉള്ള മണ്ണാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ കുറച്ച് മണൽ മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഒന്ന് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മളിത് നട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു കുഴി കുഴിച്ച് അതിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ആ വേരിനൊക്കെ എന്തെങ്കിലും ഡാമേജ് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതേപോലെ വെച്ച് നമുക്ക് ഇത്തിരി സാഫ് കലക്കിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് വേര് പിടിക്കുന്ന വരെ ഒരു വെയിൽ കിട്ടാത്ത ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.